ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റുമായിട്ടാണ്. അത് കേരളയിലേക്കാണ്, അതായത് പ്രോജക്റ്റ് എക്സിക്യൂട്ടീവിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. കേരള ക്ലൈമറ്റ് റിസീലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേരള പ്രോജക്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പ്രോജക്റ്റ് എക്സിക്യൂട്ടീവിൻ്റെയും അതേപോലെ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് കോൺട്രാക്ട് ബേസിസിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കോൺട്രാക്ട് ബേസിസിലുള്ള ജോലിയാണിത്. അപ്പോൾ സ്ഥിര നിയമനമല്ല, കോൺട്രാക്ട് ബേസിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേരളയുടെ സൈറ്റിൽ കൂടെയാണ്, ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 21-നാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട തുടങ്ങുന്ന ദിവസം എന്ന് പറയുന്നത്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4-ആണ്. സെപ്റ്റംബർ 4, 2025 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. പ്രോജക്റ്റ് എക്സിക്യൂട്ടീവിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ അഗ്രികൾച്ചർ പ്രിഫറബിളി വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ സച്ച് ആസ് MSc, MTech, MBA ഓർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതേപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 40,000 രൂപയായിരിക്കും നമുക്ക് മന്ത്ലി കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള ജോലിയാണ്. പിന്നീട് ഇതിൻ്റെ ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് BSc അഗ്രികൾച്ചറൽ സ്പെഷ്യലൈസേഷനിലേക്കാണ്. അതായത് സ്റ്റേറ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് തിരുവനന്തപുരം 3 ഉണ്ട്. അതേപോലെ റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് കോട്ടയം 1 വേക്കൻസി, റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് തൃശ്ശൂർ 1 വേക്കൻസി, റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് കണ്ണൂർ 1 വേക്കൻസി. അങ്ങനെയാണ് വേക്കൻസീസ് പോയിരിക്കുന്നത്. അതേപോലെ BTech എഞ്ചിനീയേഴ്സിന് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് തിരുവനന്തപുരത്ത് 1 വേക്കൻസി ഉണ്ട്. BTech സിവിലിനാണ്. അതേപോലെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തിരുവനന്തപുരം 1 വേക്കൻസി, BTech ജനറൽ. അതേപോലെ റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് തൃശ്ശൂർ 1 വേക്കൻസി, BTech സിവിൽ. അതേപോലെ റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് കണ്ണൂർ 1 വേക്കൻസി, BTech ജനറൽ. റീജിയണൽ പ്രോജക്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് കോട്ടയം 1 വേക്കൻസി, BTech ജനറൽ. ഇതാണ് ഇതിന്റെ വേക്കൻസീസ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടിയാണ്, അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സെപ്റ്റംബർ 5-ാം തീയതി വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ ഡേറ്റിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസറിൻ്റെ കോഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പം നിങ്ങൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.